ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പെൻഡുലം ഡിസ്കസ് ചെയ്തു. ടുഡേ വി വിൽ ഡിസ്കസ് കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഷേപ്പ്, എനി ഷേപ്പിലുള്ള ഒരു പെൻഡുലമാണ്. ഏതെങ്കിലും ഒരു ഷേപ്പ് ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു റിജിഡ് ബോഡി ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, 2π√L/g. ഇനി നമ്മൾ കോമ്പൗണ്ട് പെൻഡുലം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു ആർബിട്രറി ഷേപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ ഒരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റിലൂടെ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ആക്സിസ് പേപ്പറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ഈ ആക്സിസ് പേപ്പറിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ ആക്സിസിനെ നമ്മൾ എസ് എന്ന് വിളിക്കുന്നു. ഈ ഒരു പോയിന്റിനെ എസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ എസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ. ഇനി ഈ ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും, അല്ലേ? അതായത് ഗ്രാവിറ്റേഷണൽ, നമ്മൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഈ ബോഡിയിൽ. അതായത് ഈ ബോഡിയുടെ ഹോൾ മാസ്, ഈ ബോഡിയുടെ മാസിൻ്റെ ഒരു സെൻറ്ററായിട്ട് വരുന്നത്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതാണ് പോയിൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൽ കൺസിഡർ ചെയ്ത പോലെ ഐ വിൽ ഡിസ്പ്ലേസ് ദിസ് പെൻഡുലം ടു എ സ്മോൾ ആംഗിൾ. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ ബോബിനെ, ആ മാസിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്തായിരുന്നു, ഒരു സ്മോൾ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്തായിരുന്നു. ഇവിടെ അതേപോലെ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ അല്ലെങ്കിൽ ഫിസിക്കൽ പെൻഡുലത്തെ നമ്മളൊരു സ്മോൾ ആംഗിളിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇനിഷ്യലി അത് ഈ ഹാങ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ പോയിൻറ്റിനെ, ഈ ഒരു പൊസിഷനാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇതിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇതിനെ ഞാൻ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാവും? ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലേ? അപ്പോൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ വരും. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ തീറ്റയാണെന്ന് എടുക്കുന്നു. അതിനു മുമ്പ് ഈ ഒരു ഡിസ്റ്റൻസ്, ആംഗിൾ ഓഫ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ തൊട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് L ആണെന്ന് നമ്മൾ എടുക്കുന്നു, L ആയിട്ട് എടുക്കുന്നു, സ്മോൾ L. ഇനി ഇവിടെ ഇതാണ് പോയിൻ്റ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഈ ഒരു ഡിസ്റ്റൻസാണ് L എന്ന് പറയുന്നത്. അപ്പോൾ S തൊട്ട് G വരെയുള്ള ഡിസ്റ്റൻസാണ് SG ആണ് L എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ പോയിന്റിലാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് നമ്മുടെ എഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് mg ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ mg ആണ് ഇവിടെ ഈ കോമ്പൗണ്ട് പെൻഡുലത്തെ, നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത കോമ്പൗണ്ട് പെൻഡുലത്തെ തിരിച്ച് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതിവിടെ ഈ ഒരു പോയിന്റിൽ ഫിക്സ്ഡ് ആയതുകൊണ്ട് അതൊരു ടോർക്കായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ടോർക്കായിട്ട് ആക്ട് ചെയ്യുമ്പോൾ
ടോർക്കിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ടോർക്കിൻ്റെ ഡെഫിനിഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ടോർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് mg ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിനിലാണ് വരുന്നത് ആക്സിസ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് L ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പെൻഡുലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L സൈൻ തീറ്റ ആയിരിക്കും. L സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഫോഴ്സ് നമുക്കറിയാം mg ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടോർക്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു ടോർക്കിന് കാരണമാകും. അപ്പോൾ ഈ ടോർക്ക് മൂലം ഇത് തിരിച്ച് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ഒരു റീസ്റ്റോറിങ് ടോർക്കാണ് ഇത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടോർക്ക് വരുന്നില്ല. കാരണം ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആക്സിസിലേക്കില്ല. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ടോർക്ക് 0 ആണ്. ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ടോർക്ക് 0 ആണ് ഈ പോയിന്റിൽ. ഇവിടെ ടോർക്ക് ആക്ട് ചെയ്യുന്നത് mgl സൈൻ തീറ്റയാണ്. അപ്പോൾ ടോ ഈക്വൽസ് mgl സൈൻ തീറ്റ. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വളരെ ചെറിയ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് സൈൻ തീറ്റേനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി തീറ്റയായിട്ട് എടുക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ടോ ഈക്വൽസ് mgl തീറ്റ എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ വരുന്നുണ്ട്. നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ തീറ്റ ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിൻറ്റ്, ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ നിന്ന് തീറ്റ ഇൻക്രീസ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷേ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. റീസ്റ്റോറിങ് ഫോഴ്സ് അതിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. തീറ്റയും ടോർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നത്. ഇനി ഇവിടെ ടോർക്കിന് നമുക്ക് മറ്റൊരു എക്സ്പ്രഷൻ നമുക്കറിയാവുന്നത് ടോ ഈക്വൽസ് ഐ ആൽഫ എന്നൊരു എക്സ്പ്രഷൻ നമുക്കറിയാം. ഇതിൽ ഐ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ആൽഫ ആംഗുലാർ ആക്സലറേഷനാണ്. അതുകൊണ്ട് ആൽഫ എന്ന് പറയുന്നത് d² തീറ്റ ബൈ dt². തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ആംഗുലാർ ആക്സലറേഷൻ നമുക്ക് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ടോ ഈക്വൽസ് ഐ ഇൻറ്റു d² തീറ്റ ബൈ dt² എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ടോർക്കിൻ്റെ രണ്ട് എക്സ്പ്രഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -mgl തീറ്റ ഈക്വൽസ് ഐ ടൈംസ് d² തീറ്റ ബൈ dt². ഇനി ഇതൊരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഐ ടൈംസ് d² തീറ്റ ബൈ dt² പ്ലസ് mgl തീറ്റ ഈക്വൽസ് 0. ഐനെ ഈ ഹോൾ ഇക്വേഷനിൽ ഡിവൈഡ് ചെയ്താൽ d² തീറ്റ ബൈ dt² പ്ലസ് mgl അപ്പോൺ ഐ ടൈംസ് തീറ്റ ഈക്വൽസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു എക്സ്പ്രഷൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ നമുക്കറിയാം d²x ബൈ dt² പ്ലസ് ω² x ഈക്വൽസ് 0. ഇതുമായിട്ട് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്താൽ ആംഗുലാർ ഫ്രീക്വൻസി ഇവിടെ കിട്ടുന്നത് ω² ഈക്വൽസ് mgl അപ്പോൺ ഐ, അല്ലെങ്കിൽ ഒമേഗയുടെ വാല്യൂ √mgl അപ്പോൺ ഐ. ഒമേഗ കിട്ടിയത് കൊണ്ട് നമുക്കിവിടെ ടൈം പീരീഡ് എഴുതാൻ പറ്റും.
ഒമേഗ റൂട്ട് അണ്ടർ എം ജി എൽ ബൈ ഐ ആയതുകൊണ്ട് ടൈം പീരീഡ് നമുക്ക് 2π ഓവർ ഒമേഗ നമുക്കറിയാം. അപ്പോൾ 2π അണ്ടർ റൂട്ട് ഐ ബൈ എം ജി എൽ. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. ഇനി ഈ ഒരു റിജിഡ് ബോഡിയിൽ, ഈ ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്ന ബോഡിയിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ പോയിൻ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പോയിൻറ്റിന് എബൌട്ടായിട്ട് ഉള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണെങ്കിൽ, ഈ പോയിൻറ്റിന് എബൌട്ടായിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണെങ്കിൽ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണെങ്കിൽ, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അത് പ്രത്യേകം ഓർത്തോണം. ഈ ഒരു പോയിൻറ്റിൻ്റെ എബൌട്ടായിട്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കെ അല്ല, ഈ ഒരു പോയിൻറ്റിൻ്റെ എബൌട്ടായിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷനാണ് കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ നമ്മളൊരു ആക്സിസ് പാസ് ചെയ്ത് വിട്ടാൽ ഈ ഒരു ആക്സിസിന്, അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ആക്സിസിന് ഈ ആക്സിസിന് എബൌട്ടായിട്ട് ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഐ ജി. അതെന്ന് പറയുന്നത് നമുക്കറിയാം എം കെ സ്ക്വയർ. ഈ എം എന്ന് പറയുന്നത് ഈ എം തന്നെയാണ്, അതായത് പെൻഡുലത്തിൻ്റെ മാസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ സെൻറ്റർ ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈ എക്സ്പ്രഷനിൽ വേണ്ടതും ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. അത് കിട്ടാനായിട്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ഈക്വൽസ് എം കെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ പോയിൻറ്റിന് എബൌട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടാനായിട്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നു. പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് ഐ ഈക്വൽസ് ഐ ജി. പാരലൽ ആക്സിസ് തിയറം എന്താണ്? ഐ ജി പ്ലസ് എം എൽ സ്ക്വയർ. അതായത് ഈ ഒരു ആക്സിസിൽ കൂടെയുള്ള എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ടൈംസ് പെൻഡുലത്തിൻ്റെ മാസ്. ഇനി നമുക്ക് ഐ ജി നമുക്ക് ഓൾറെഡി അറിയാം, എം കെ സ്ക്വയർ ആണ് പ്ലസ് എം എൽ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എം ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ നൽകും. അപ്പോൾ ഇവിടെ ഈ ഐയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടൈം പീരീഡിൻ്റെ വാല്യൂ കിട്ടുക 2π ഇൻറ്റു റൂട്ട് അണ്ടർ എം കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഓവർ എം ജി എൽ. ഇവിടെ 2π റൂട്ട് അണ്ടർ എം ക്യാൻസൽ ചെയ്താൽ കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ അപ്പോൺ ജി എൽ. ഈ ഒരു ഫോമിൽ നമുക്ക് ടൈം പീരീഡ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിനി ഈ ഒരു പെൻഡുലത്തിന് പകരം, ഈ ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിന് പകരം നമ്മൾ ഈ സെയിം ടൈം പീരീഡുള്ള, അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെയിം ടൈം പീരീഡുള്ള ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ സെയിം ടൈം പീരീഡുള്ള ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്താൽ അതെങ്ങനെയിരിക്കും? സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്താൽ, അതായത് ഈ ഒരു മാസിന് പകരം, അതായത് ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ മാസിന് പകരം ഞാൻ ഈ സെയിം പോയിൻ്റ് ഓഫ് സസ്പെൻഷനിൽ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് സസ്പെൻഷനിൽ നിന്ന് ഞാനൊരു സിമ്പിൾ പെൻഡുലം എടുക്കുന്നു. ഈ സിമ്പിൾ പെൻഡുലത്തിലെ ബോബിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ സെയിം മാസാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്, എം. അപ്പോൾ ഈ സെയിം മാസുള്ള ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പെൻഡുലം ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പെൻഡുലത്തിൻ്റെ ഈ ഒരു ലെങ്ത് എന്തായിരിക്കും എന്നാണ്. ഈ ഒരു ലെങ്ത് ഞാൻ ക്യാപിറ്റൽ എൽ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലമാണിത്. ഇക്വലൻറ്റ്
സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ ഈക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡും ഈക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡും സെയിം ആയിട്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെ സെയിം ആകണമെങ്കിൽ എത്രമാത്രം ലെങ്ത്താണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സ്ട്രിങ്ങിന് വേണ്ടിയത്, അല്ലെങ്കിൽ ഈ മാസ് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് ഇവിടുന്ന് വരേണ്ടത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഓൾറെഡി നമുക്കറിയാം. T = 2π √L/g. L/gയിൽ ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഞാൻ ക്യാപിറ്റൽ L ആണ് കൺസിഡർ ചെയ്യുന്നത്, L/g. അപ്പോൾ ഇവിടെ ഈ എല്ലിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്, ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് K² + L² / L. ഇതാണ് ഇവിടെ വരുന്നത്. റിമൈനിങ് ഡിനോമിനേറ്ററിൽ ഒരു G ഉണ്ട്, അതിവിടെയുണ്ട്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഒരു ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്തുള്ള ഒരു സിമ്പിൾ പെൻഡുലം എടുത്താൽ, വിത്ത് ഈ സെയിം മാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ടൈം പീരീഡ് കിട്ടും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെങ്ത്ത് ഈ ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിൽ കൺസിഡർ ചെയ്താൽ ഈ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കുമെന്ന് നമുക്ക് ഇവിടുന്ന് ഒബ്വിയസ് ആണ്. കാരണം ഇവിടെ എല്ലിനേക്കാളും L² ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൂടാതെ ഒരു K² ഉണ്ട്. അപ്പം ടോട്ടലി എല്ലിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഇതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ L > L ആണ് അല്ലേ? അപ്പോൾ L > L ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എല്ലിനേക്കാളും കൂടുതലായിരിക്കും ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം എല്ലിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻറ്റിനെ ഞാൻ O എന്ന് വിളിക്കുന്നു. O എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഓസിലേഷൻ. O എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഓസിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, ഈ G തൊട്ട് O വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ L' എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ടോട്ടൽ ലെങ്ത് L + L', ഇതാണ് ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്. അപ്പോൾ L എന്ന് പറയുന്നത് L + L' ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. K² + L² / L = L + L'. അപ്പോൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമുക്ക് ഫൈനലി കിട്ടുന്നത് 2π √L + L' / G. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇവിടെ K² + L² / L ഈ ഒരു ടേമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് L + L' എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു പോർഷൻ പറയാം. അതായത് നമ്മളിവിടെ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഫൈനലി മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനലി കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെയിം ടൈം പീരീഡുള്ള ഒരു ഇക്വലൻറ്റ് ഒരു സിമ്പിൾ പെൻഡുലം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെയിം ടൈം പീരീഡുള്ള ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലം കിട്ടണമെങ്കിൽ, അപ്പോൾ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ സെയിം മാസാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാസ് നമ്മളൊരു ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൽ അസ്യൂം ചെയ്താൽ ഈ ഒരു ലെങ്ത്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ ലെങ്ത് എത്രമാത്രം ലെങ്ത്തിലാണ് ഇത് നിൽക്കുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ലെങ്ത് എത്ര വന്നാലാണ് ഈ സെയിം ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ K² + L² / L ആണ്. ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ K² + L² / L ആണ് ഇവിടെ ഇക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്.
അപ്പോൾ ഈ k²+L² എന്ന് പറയുന്ന ഈ ടേം കോമ്പൗണ്ട് പെൻഡുലത്തിലെ എല്ലിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞു. കൂടുതലായിരിക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രാ ലെങ്ത് ഉണ്ടാവും. ആ എക്സ്ട്രാ ലെങ്തിനെ L' എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ L+L' ആയിരിക്കും ഈക്വലൻറ്റ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം L+L' ഈക്വൽസ് ക്യാപിറ്റൽ L. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനലി കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കിട്ടും.